കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന്, കർത്താവ് വിളിച്ച് ചേർത്തവരിൽ നിന്ന് വിലാപം ഉയരേണ്ട നാളുകളാണിത്. അനുതപിച്ച് ചെയ്തുപോയ സകല പാപങ്ങളെ പ്രതി നമ്മുടെ അവിശ്വസ്തതകൾ, നമ്മുടെ അശുദ്ധികൾ, വിശ്വാസരാഹിത്യം, നമ്മുടെ ആത്മീയ മന്നോഷ്ഠത, നമ്മുടെ അഹങ്കാരം, അനുസരണക്കേട്, നിരന്തരമായിട്ടുള്ള ദൈവനിന്ദാപരമായ പ്രവൃത്തി ദോഷങ്ങൾ, ഇതിനെല്ലാം പ്രതി കർത്താവിൻ്റെ സന്നിധിയിൽ വിലാപമാചരിച്ച് ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട ദിനങ്ങൾ. നമുക്കറിയാം, പരിശുദ്ധ അമ്മ മാതാവ് എവിടെയെല്ലാം പ്രത്യക്ഷപ്പെടുന്നുവോ ആ സന്ദേശങ്ങളിലെല്ലാം ഉള്ളടക്കം എന്താണ്? പ്രാർത്ഥന, പ്രാശ്ചിത്തം, പരിഹാരം. ഇത് വെറുമൊരു നേരം പോക്കല്ല. സ്വർഗം ഈ സന്ദേശങ്ങൾ എന്തിനാണ് നമുക്ക് തരുന്നത്? നമ്മൾ ആരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാതിരിക്കാനാണ്. ഈ ലോകത്തോടൊപ്പം നമ്മൾ നശിച്ചു പോകാതിരിക്കാനാണ്. ആവർത്തിച്ച് ദൈവത്തിൻ്റെ റൂഹ നമ്മോട് പറയുന്നത്, പ്രാർത്ഥിക്കുക, പ്രാശ്ചിത്തം ചെയ്യുക, പരിഹാരം അനുഷ്ഠിച്ച് നിങ്ങൾ നിലവിളിക്കുക. എൻ്റെ സഹോദരങ്ങളെ, എസെക്കിയേൽ പ്രവചനം 2-ാം അധ്യായം 9-10 വചനങ്ങളിൽ ഈ വിലാപത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രവാചകന് കർത്താവ് ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ നോക്കി, അതാ നീട്ടിയ ഒരു കരവും അതിലൊരു ലേഖന ചുരുളും. ഈ ലേഖന ചുരുളിൽ എന്താണ് പ്രവാചകൻ കാണുന്നത്? അവനത് എൻ്റെ മുൻപിൽ വിടർത്തി, അതിന്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു. അതിൽ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചകനായ എസെക്കിയേൽ തന്റെ പ്രവാചക ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് കർത്താവ് എസെക്കിയേലിനോട് നൽകുന്ന നിർദ്ദേശമാണ്. എസെക്കിയേൽ പ്രവചനാത്മാവിൽ കാണുകയാണ്, കർത്താവിന്റെ സന്നിധിയിൽ വിലാപത്തിൻ്റെയും പരിദേവനങ്ങളുടെയും പ്രാർത്ഥനകൾ ഉയരേണ്ടതിൻ്റെ പ്രാധാന്യം തന്നെ പ്രവാചകന് കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു ചൈതന്യത്തിലേക്ക് തിരിയേണ്ട സമയമായി. വചനപ്രഘോഷണവും ആത്മീയ ശുശ്രൂഷകളും രോഗശാന്തികളും അത്ഭുതങ്ങളും ദൈവപ്രവൃത്തിയുടെ പ്രകടമായ വെളിപ്പെടലുകളെല്ലാം നമുക്ക് വളരെ വളരെ ആവശ്യമാണ്. എന്നാൽ ഈ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ജഡപാപങ്ങൾ, വഴിവിട്ട ലൈംഗികമായ അരാജകത്വങ്ങൾ, വിശ്വാസത്യാഗം, കുടുംബങ്ങളിലെ തകർച്ചകൾ, നിസാര കാര്യങ്ങളെ പ്രതിയുള്ള വിവാഹ മോചനങ്ങൾ, ബന്ധങ്ങളിലെ വിള്ളലുകൾ, തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ സംഭവിക്കുന്ന അവിശ്വസ്തതകൾ, ഇന്നു വേണ്ട നീണ്ടു പോവുകയാണ് അതിൻ്റെ പട്ടിക. ഈ ഒരു സമയത്ത് നമ്മിൽ നിന്ന് എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? സഹോദരങ്ങളെ, കർത്താവിൻ്റെ മനസ്സറിയാതെ നമ്മൾ പോകരുത്. ഈ ജീവിതത്തിന് വ്യഗ്രതകളിൽപ്പെട്ട് നമുക്കെല്ലാവർക്കും ഒത്തിരി തിരക്കുകളുണ്ട്. ആർക്ക് തിരക്കില്ലാത്തത്? LKG പഠിക്കുന്ന കുഞ്ഞിന് വരെ തിരക്കുണ്ട്. തിരക്കില്ലാത്ത ആരും തന്നെ ഇല്ല. എന്നാൽ നമ്മൾ പ്രയോറിറ്റി റീസെറ്റ് ചെയ്യേണ്ട സമയമാണിത്. ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻഗണന കൊടുത്ത് പോകേണ്ട ഒരു സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് പലരും പറയുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കും ഇതുപോലെയൊക്കെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടുള്ള നല്ല ചിന്തകളുണ്ട്, എന്നാൽ സാധിക്കുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, തൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധ റൂഹ എന്താ നമ്മോട് പറയുന്നത്?
ഇത് വിലാപങ്ങളും പരിദേവനങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തേണ്ട കാലമാണിത്. മറ്റെന്തിനേക്കാളും ഉപരി ഈ കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ ജനം, തെരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മൾ ഓരോരുത്തരും ഈ കൃപയിലേക്ക് വരണം. എൻ്റെ സഹോദരങ്ങളെ, ജോയേൽ പ്രവചനം 2:12 ഇത് തന്നെ കർത്താവ് ആവർത്തിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ടവരെ നോക്കി എന്താ കർത്താവ് പറയുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും. ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ആ വചനം ഒന്ന് പറഞ്ഞെല്ലാവരും. ഇപ്പോഴെങ്കിലും. ഒരല്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞ് ഇപ്പോഴെങ്കിലും. എന്തിനാ കർത്താവ് ഇപ്പോഴെങ്കിലും എന്ന് പറയുന്നത്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് സഭയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകത്തിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ മനസ്സ് കലുഷിതമാകുന്ന വിധത്തിൽ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമാറ് പലപ്പോഴും അനേകരുടെ വിശ്വാസം ആടി ഉലയുമാറുള്ള അനേകം കാര്യങ്ങളാണ് ഇന്ന് പൊതുസമൂഹത്തിലും സഭയിലും ലോകത്തിലെല്ലാം നമ്മൾ ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ കർത്താവിന്റെ ആത്മാവ് പറയുകയാണ്, ഈ സമയത്തിലെങ്കിലും, ഇപ്പോഴെങ്കിലും നിങ്ങൾ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇതൊന്നും അവിചാരിതങ്ങളല്ല. ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും, ശ്രദ്ധിച്ച്, വിലാപത്തോടും. കർത്താവ് പറയും വിലാപത്തോടും നെടുവീർപ്പോടും ഇത് വിലപിക്കുവാനുള്ള സമയമാണ്. ലോകത്തിന്റെ കാര്യങ്ങളെ പ്രതിയല്ല, നമുക്ക് വേണ്ട ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, നശിക്കുന്ന ആത്മാക്കളെ പ്രതി, തളർന്നുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി, കർത്താവിനാൽ വിളിക്കപ്പെട്ടവരുടെ അവിശ്വസ്തതകളും അനാസ്ഥകളും അവരുടെ ആത്മീയ മന്ദതയും പ്രതി കർത്താവ് പറയാണ്, നിങ്ങൾ വിലാപത്തോടും ഉപവാസത്തോടും നെടുവീർപ്പോടും കൂടെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുതാപ ഹൃദയത്തോടെ. കർത്താവ് പറയുന്നത് റിപ്പന്റ്, അനുതപിക്കുക. ചെയ്തുപോയ സകല പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് നിലവിളിയോടെ പ്രാർത്ഥിക്കുക. എന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. എങ്ങനെയാ തിരിച്ചു വരേണ്ടത്? ലാഘവമായി നിസ്സാരമായിട്ടല്ല സഹോദരങ്ങളെ, വിലാപത്തോടും കണ്ണുനീരോടും ഉപവാസത്തോടും കൂടെ നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരണം. എന്താണ് ഈ കാലത്തിന്റെ പ്രത്യേകത? ഞാൻ ആ വചനഭാഗം എൻ്റെ ശ്രദ്ധയിൽ കർത്താവ് പെടുത്തിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ദാനിയേൽ പ്രവചനം 8:23. നിങ്ങൾ എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കി ഒരുമിച്ച് ആ വചനം വായിക്കണം. ദാനിയേൽ പ്രവചനം 8:23 എന്താണ് കർത്താവിന്റെ ആത്മാവ് പറയുന്നത്? അവരുടെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പാപികളുടെ അതിക്രമം പൂർണ്ണരൂപം പ്രാപിക്കും. നമ്മൾ ഇന്ന് ലോകത്തിൽ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പാപത്തിന്റെ മ്ലേച്ഛതകള്, ജഡീകമായ സുഖലോലുപതയുടെ വിവിധങ്ങളായിട്ടുള്ള പാപപ്രവർത്തികള്. സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് പറയാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അശുദ്ധികളും തിന്മകളും എല്ലാവിധത്തിലുള്ള മ്ലേച്ഛതകളും അവിശ്വാസവും അഹന്തയും എന്നു വേണ്ട, നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം പാപം അതിന്റെ പൂർണ്ണ രൂപം പ്രാപിച്ചിരിക്കുന്ന നാളുകളിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ ശ്രദ്ധിച്ച് നിങ്ങൾ പൂർണ്ണമായിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് ആ വചനം എന്താ പറയുന്നത്? പാപികളുടെ പാപങ്ങൾ, അതിക്രമം, ഈ ലോകത്തിന്റെ അതിക്രമങ്ങളും ഈ ലോകത്തിന്റെ വെറിക്കൂത്തുകളും പാപകരമായ സകലവിധ മ്ലേച്ഛതകളും അതിന്റെ പൂർണ്ണ രൂപം പ്രാപിക്കുമ്പോൾ
സഹോദരങ്ങളെ, അത് പൂർണ്ണ രൂപം പ്രാപിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടെ എന്താ സംഭവിക്കേണ്ടത്? നമ്മുടെ കൊച്ചു കേരളത്തിലോട്ട് നോക്കി, എന്തുമാത്രം നമ്മുടെ ഈ ദേശം ദുഷിച്ചു പോയി. സ്നേഹമില്ല, വർഗീയത, അക്രമങ്ങള്, അനീതികള്, കഞ്ചാവ്, മയക്കമരുന്ന്, വഴിവിട്ട ലൈംഗിക മ്ലേച്ഛതകള്, കുടുംബങ്ങളുടെ തകർച്ചകള്, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്ന സഹോദരൻ. പലപ്പോഴും ചില വാർത്തകൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് വേദനിക്കുകയും ഒരുപാട് സങ്കടപ്പെടുകയാണ്. അതാ വചനം പറയുന്നത്, പാപികളുടെ പാപം അതിന്റെ പൂർണ്ണ രൂപം പ്രാപിക്കുന്ന ഒരു കാലഘട്ടം. ഈ അവസ്ഥയ്ക്ക് അറുതി വരുത്തുവാനും ഇങ്ങനെയുള്ള ഈ ലോകത്തെ വീണ്ടെടുക്കുവാനും വിശുദ്ധീകരിക്കുവാനും ഇപ്രകാരം ഒരു ലോകത്തിലെ കർത്താവിന്റെ സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഭയിലും പലവിധത്തിലുള്ള അസ്വസ്ഥതകള്, പ്രശ്നങ്ങള്, സങ്കീർണമായിട്ടുള്ള ഒരുപാട് പ്രതിബന്ധങ്ങള്. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെയെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു നവീകരണം സഭയിലും സംഭവിക്കണമെങ്കിൽ അവിടെയാണ് ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംഭവിക്കണമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് വിലാപമുയരണം. നമ്മൾ അനുതപിക്കണം. ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്ത് നടമാടുന്ന സകലവിധ മ്ലേച്ഛതകളെ പ്രതി, കർത്താവിനാൽ വിളിക്കപ്പെട്ടവരുടെ അനാസ്ഥകളും നിസ്സംഗതയും നിഷ്ക്രിയത്വവും ആത്മീയ മന്ദതയും അവിശ്വസ്തതയും പ്രതി നമ്മൾ അനുതപിച്ച് പരിഹാരം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് നമ്മൾ വിലാപത്തോടെ നിലവിളിക്കുമ്പോൾ കർത്താവിന്റെ ക്രോധം കരുണയായി മാറ്റപ്പെടും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഇതാണ് സഭയ്ക്ക് ഇന്ന് ആവശ്യം. ഇതാണ് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് ആവശ്യം. ഇതാണ് സഹോദരങ്ങളെ ഓരോ ആത്മാവിനും ആവശ്യമായിരിക്കുന്നത്. ഈ ഒരു പ്രാർത്ഥനയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 5-6 വചനങ്ങളിൽ ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ച മനുഷ്യനെ നോക്കി എന്താ പറയുന്നത്? ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു. ഇത് നോഹയുടെ കാലത്തെ ഉള്ള ഒരു അവസ്ഥയെ കുറിച്ച് കർത്താവ് പറയുന്നത്. ഇന്ന് അതിനേക്കാളും വഷളത്വങ്ങളും മ്ലേച്ഛതകളും അതുപോലെ വർദ്ധിച്ചു കഴിഞ്ഞു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടതയും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. 6-ാം വചനം പറയാണ്, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ ഒരുപാട് ദുഃഖിപ്പിച്ചു. ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ നോക്കി കർത്താവ് വലിയ നിലവിളിയോടെ കർത്താവ് തീവ്രമായ ദുഃഖത്താൽ വേദനിക്കുകയാണ്. തന്റെ സഭയെ നോക്കി കർത്താവ് വേദനിക്കുന്നു. ഒത്തിരി താൻ തെരഞ്ഞെടുത്തവരെ പ്രതി ഒരുപാട് കർത്താവിന്റെ ഹൃദയം ഇന്ന് സങ്കടപ്പെടുന്നു. നമ്മുടെ നിസ്സംഗത, നമ്മുടെ അനാസ്ഥ, നമ്മുടെ അവിശ്വസ്തത, നമ്മുടെ അശുദ്ധമായ ജീവിതം, ആത്മീയ കാര്യങ്ങളോടുള്ള നമ്മുടെ ശുഷ്കാന്തിയില്ലായ്മ, മുൻഗണന കൊടുക്കേണ്ട പല കാര്യങ്ങളെയും നമ്മൾ അവഗണിക്കുന്നു. മറ്റു പലതിലേക്ക് നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോകുന്നു. ഇതെല്ലാം എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ കർത്താവിന് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. നോഹയുടെ നാളുകളിൽ ദൈവമായ കർത്താവ് പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും ദുഷിച്ചുപോയി, കറപ്റ്റഡായി. അതിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ അവസ്ഥയ്ക്ക് പരിഹാരം ചെയ്യുവാൻ ഇവിടെ കർത്താവിന്റെ ശക്തി ഇറങ്ങി വന്ന് ലോകത്തെ സഭയെ വിശുദ്ധീകരിക്കുന്ന ആ നവീകരണത്തിന്റെ ചൈതന്യം വ്യാപരിക്കുവാൻ, അതിനുവേണ്ടി വിലാപം ആചരിച്ച് അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ളവരെ
അതിനായി ത്യാഗമെടുക്കുവാൻ സന്നദ്ധതയുള്ളവരെ, ഈ പാപങ്ങളെ പ്രതി പരിഹാരം ചെയ്ത് വില കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ തീരുമാനമുള്ളവരെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നോമ്പ് കാലത്ത്, ഈ തപസ്സ് നാളുകളിൽ ആണിത് ഏറ്റവും അധികം ചെയ്യേണ്ടത്. ഇത് അനുതാപത്തിന്റെയും പരിഹാരത്തിന്റെയും പ്രാശ്ചിത്യത്തിന്റെയും നാളുകളല്ലേ സഹോദരങ്ങളെ? നമ്മൾ നിലവിളിച്ചില്ലെങ്കിൽ, നമ്മിൽ നിന്ന് വിലാപം ഉയർന്നില്ലെങ്കിൽ കർത്താവിന് അധികം പേരില്ല. ഒത്തിരിയേറെ പേര് കർത്താവിന് ഇല്ല. യോഹന്നാൻ പറയുന്നുണ്ട്, ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ സ്വാധീന വലയത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് മെജോറിറ്റി പിശാച് പിടിച്ചു കഴിഞ്ഞു. സാത്താന്റെ കരങ്ങളിലാണ് മെജോറിറ്റി. ഒരു ചെറിയ അജഗണം മാത്രമേ കർത്താവിനുള്ളൂ. ഒരു ചെറിയ ശേഷിപ്പ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കൃപയുടെ ഒരു അവിശിഷ്ട ഭാഗം. യെസ്, ഒരു റെമനന്റ്, ഒരു ശേഷിപ്പ്. ആ കൃപയുടെ അവിശിഷ്ട ഭാഗത്തിൽ ഒരുവനും ഒരുവളുമായി ഞാനും നിങ്ങളും എണ്ണപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ കണ്ണുകൾ ഇന്നിങ്ങനെ നമ്മളെല്ലാം ശ്രദ്ധയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. വിലാപമാചരിക്കുവാൻ, ഈ അവസ്ഥയിൽ നിന്നൊരു വീണ്ടെടുപ്പിന് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാശ്ചിത്തം ചെയ്ത് അനുതപിച്ച് പ്രാർത്ഥിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. 14 സങ്കീർത്തനം 2 വചനത്തിൽ നമ്മളത് കാണുന്നില്ലേ? Psalms 14:2. സങ്കീർത്തനങ്ങൾ 14:2 എന്താ പറയുന്നത്? കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. കർത്താവ് നോക്കുകയാണ്. ഇങ്ങനെ വിലാപം ആചരിച്ചു പ്രാർത്ഥിക്കാൻ സമർപ്പണമുള്ളവരെ കർത്താവ് തന്റെ സഭയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. തന്റെ ദമ്പതിമാരിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. തന്റെ വന്യവൈദികരിൽ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. തന്റെ സമർപ്പിതരിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഏകാവസ്ഥ ജീവിതം നയിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന തന്റെ പ്രിയപ്പെട്ടവരിൽ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ വിലാപം ആചരിച്ച് അനുതപിച്ച് പരിഹാരം ചെയ്ത് പ്രാശ്ചിത്ത പ്രവർത്തികൾ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള സന്നദ്ധതയുള്ളവരെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ മനസ്സ് നമ്മൾ അറിയണം. ശമത്താട് സുവിശേഷം 24 അധ്യായം 15 മുതൽ 31 വരെയുള്ള വചനങ്ങൾ നമ്മൾ കാണുന്ന ആ ഭീകര സംഭവങ്ങളുടെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിൽ പലപ്പോഴും അമ്മമാതാവ് വെളിപ്പെടുത്തിയൊരു സത്യമാണ്, എൻ്റെ മക്കളെ, വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് പ്രാർത്ഥനയുടെയും പ്രാശ്ചിത്തത്തിന്റെയും പരിഹാരത്തിന്റെയും നാളുകളാണ്. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അഭിഷേകം നിറവോടെ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് പ്രാർത്ഥനയുടെയും പ്രാശ്ചിത്തത്തിന്റെയും പരിഹാരത്തിന്റെയും നാളുകളാണ്. യെസ്, ഭീകര ദുരിതങ്ങളുടെ ഭീകര സംഭവങ്ങൾ ലോകത്തിൽ നടമാടുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വെളിപാട് പുസ്തകം 24:3 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ കാണുന്ന ആ സൈൻസ് ഓഫ് ടൈംസ്, യുഗാന്ത്യത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തിന്റെയും അടയാളങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ കാലത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞു വേണം ജീവിക്കുവാൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇത് മനസ്സിലാക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവിനാൽ വിളിക്കപ്പെട്ട നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മിൽ നിന്ന് എന്താണ് ഉയരേണ്ടത്? സഭാപ്രസംഗന്റെ പുസ്തകം
3-ാം അധ്യായം 1-2 വചനങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് സ്ക്രീനിലോട്ട് നോക്കി ഒന്ന് വായിച്ച്, എൻ്റെ സഹോദരൻ എല്ലാവരും ഒരുമിച്ച് വായിച്ച്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. 2-ാമത്തെ വചനം, ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം, നട്ടതു പറിക്കാൻ ഒരു കാലം. 4-ാം വചനത്തിലോട്ട് വന്ന്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. എന്നാൽ ഈ കാലം എന്തിനുള്ള സമയമാണ്? ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 4-ാമത്തെ വചനം എല്ലാവരും ശ്രദ്ധയോടെ വായിച്ച്. കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം, വിലപിക്കാനൊരു കാലം. ശ്രദ്ധിക്കണമേ, വിലപിക്കാനൊരു കാലം. നൃത്തം ചെയ്യാനൊരു കാലം. കർത്താവിനാൽ വിളിക്കപ്പെട്ടവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുതേ, നമ്മൾ അറിയാതെ പോകരുതേ, നമ്മൾ ഈ ദൈവിക ദൂത് അവഗണിച്ച് കളയരുതേ, കർത്താവിന്റെ മനസ്സ് നമ്മൾ കാണാതെ പോകരുതേ. വിലപിക്കാനൊരു കാലം, ഡേയ്സ് ഓഫ് പ്രിപ്പറേഷൻ, വിലപിക്കുവാനൊരു കാലം. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? വിലപിക്കാനൊരു കാലം. ആ ഒരു കാലത്തിലാണ് നമ്മൾ. ലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, കർത്താവിന്റെ സഭയുടെ നവീകരണത്തിനും ശക്തീകരണത്തിനും വേണ്ടി നശിക്കുന്ന ഓരാത്മാവിനെയും നിത്യജീവനായി നേടുവാൻ വേണ്ടി വിലപിക്കുവാനുള്ള കാലമാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് വിലാപം ഉയരേണ്ട നാളുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനായി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വിലാപത്തോടെ അനുദപിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ കർത്താവ് ചില അധികാരങ്ങളും അതിസ്വാഭാവിക കൃപകളും നൽകും. ഞാൻ വെറുതെ പറയുന്നതല്ല സഹോദരങ്ങളെ, നിങ്ങൾ ഇതിനർത്ഥം മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ചില ആത്മീയ അധികാരങ്ങളും പരിശുദ്ധാത്മാവ് നൽകുന്ന അതിസ്വാഭാവിക കൃപകളും കർത്താവ് അപ്രകാരമുള്ള ആത്മാക്കളിലേക്ക് പകരും. കർത്താവിന്റെ മനസ്സറിഞ്ഞ് വിലാപത്തോടെ അനുദപിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗം നൽകുന്ന അധികാരവും കൃപയും എന്താണ്? എസെക്കിയേൽ പ്രവചനം 9-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. എല്ലാവരും ഒരുമിച്ച് വചനം വായിച്ച്. വളരെ വളരെ പ്രാധാന്യമുള്ള വചനങ്ങളാ പരിശുദ്ധ റൂഹ വെളിപ്പെടുത്തി തരുന്നത്. ഒരുമിച്ച് വായിച്ച്. ജെറുസലേം കർത്താവ് തന്നെ ദൂതനോട് പറയാ, ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക. ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ലോകത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത്, അത് ദൈവനിഷേധമാകാം, ദൈവദൂഷണമാകാം, വ്യഭിചാരമാകാം, വഴിവിട്ട മ്ലേച്ഛതകളായിരിക്കാം, അഹങ്കാരമായിരിക്കാം, പ്രിയപ്പെട്ടവരെ ഹോമോസെക്ഷൽ സ്വവർഗഭോഗമായിരിക്കാം എന്ന് വേണ്ട നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പാപകരമായ പലവിധ മ്ലേച്ഛതയുടെ അടിമത്തങ്ങളായിരിക്കാം. കർത്താവ് പറയാണ്, ആ പട്ടണത്തിൽ നടമാടുന്ന ലോകത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത്, ഇന്ന് സഭയിൽ സംഭവിക്കുന്ന പ്രതിസന്ധികള്, സഭയ്ക്കകത്ത് കടന്നുകൂടിയിരിക്കുന്ന അപജയങ്ങള്, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്തതകള്, നമ്മുടെ ഓരോരുത്തരുടെയും അനാസ്ഥകള്, ആത്മീയ അന്ധത, ഇതിനെല്ലാം പ്രതി ഇന്ന് ഒരുപാട് തെരഞ്ഞെടുക്കപ്പെട്ടവർ കൃപയിൽ വീണുപോകുന്നു, ആത്മീയ ശുഷ്കതയിലോട്ട് പോകുന്നു, ആത്മീയ അനാസ്ഥയിലേക്ക് പോകുന്നു. കർത്താവ് പറയാണ്, ഇതിനെല്ലാം ഓർത്ത് കരയുകയും ഇതിനെല്ലാം ഓർത്ത് വിലപിക്കുന്ന, കരയുന്ന, നെടുവീർപ്പിടുന്ന ചെയ്യുന്നവരുടെ നെറ്റിയിൽ, അപ്രകാരമുള്ള ആത്മാക്കളുടെ നെറ്റിയിൽ അടയാളമിടുക, ഒരു സ്പെഷ്യൽ മുദ്ര കർത്താവ് കൊടുക്കുക. അവർ മുദ്രിത ആത്മാക്കളാണ്. കർത്താവ് പ്രത്യേകമായൊരു അധികാരം കൊടുക്കുകയാണ്. ദേശങ്ങളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ, ജനപദങ്ങളുടെ മേൽ, ഈ കാലഘട്ടത്തിന്റെ മേൽ അഭിഷേകത്തിന് മുദ്ര നൽകി, അധികാരം നൽകി കർത്താവ് അവരെ ബലപ്പെടുത്തുകയാണ്. ഈ മുദ്ര ആർക്കാണ് ലഭിക്കുന്നത്?
ഈ അധികാരം ആർക്കാണ് കർത്താവ് പകർന്നു കൊടുക്കുന്നത്? നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത്, അശുദ്ധികളെ ഓർത്ത്, അവിശ്വസ്തകളെ പ്രതി, ചെയ്തുപോയ പാപങ്ങളെ പ്രതി കരയുന്ന, വിലപിക്കുന്ന, നെടുവീർപ്പിടുന്ന, ചങ്കുപൊട്ടി അനുതാപ ഹൃദയത്തോടെ പാപങ്ങളെ പ്രതി കർത്താവിന്റെ സന്നിധിയിൽ കരയുന്ന ആത്മാക്കളുടെ, അപ്രകാരമുള്ളവരുടെ നെറ്റിത്തടത്തിലാണ് ഈ മുദ്രയുടെ, അവർ മുദ്രിതാത്മാക്കളാണ്. യെസ്, മുദ്രിതാത്മാക്കൾ. അവർക്ക് ചില അധികാരവും അതിസ്വാഭാവിക കൃപകളും കർത്താവ് പ്രദാനം ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം യേശുവേ എന്ന് ഉച്ചത്തിൽ വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, ഈ അഭിഷേകത്തിന് കൃപകൾ പകരണമേ. റിലീസ്, റിലീസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട്, തന്റെ വന്യവൈദികരോട്, തന്റെ സമർപ്പിതരോട്, തന്റെ ആത്മായ പ്രേക്ഷിതരോട് എന്താണ് കർത്താവ് സംസാരിക്കുന്നത്? ജോയേൽ പ്രവചനം 2:17 ശ്രദ്ധയോടെ നമുക്ക് ആ വചനം വായിക്കും. നിങ്ങളിത് ചുമ്മാ വായിച്ചു മാത്രം പോകരുതേ. കർത്താവിൻ്റെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മുടെ വിളിയും ദൗത്യവും മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ പ്രയോറിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട്, എൻ്റെ സഹോദരങ്ങളെ, ഒരുമിച്ച് ഒരു മനസ്സോടെ ആ വചനം വായിച്ച് കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ മാത്രമല്ല, കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തിയും, അത് പുരോഹിതനാകാം, സമർപ്പിതയാകാം, അത് സന്യസ്തരാകാം, ആത്മായ പ്രേക്ഷിതരാകാം, അതൊരു യുവതിയാകാം, ആരുമാകട്ടെ, കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. വി ആർ ചോസൻ. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരെ സഹോദരങ്ങളെ. ആ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഈ നാളുകളിൽ, ഈ കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് വിലാപം ആചരിക്കേണ്ട ഈ സമയത്ത് എന്ത് ചെയ്യുവാനാണ് കർത്താവ് നിർദ്ദേശിക്കുന്നത്? പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഉച്ചത്തിൽ പറഞ്ഞ സഹോദരങ്ങളെ, പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സംഭവിച്ചു പോയ അവിശ്വസ്തകളെ പ്രതി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ആത്മീയ അനാസ്ഥകളെ പ്രതി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വന്നുപോയ സകല പിഴവുകളെയും വീഴ്ചകളെയും പ്രതി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവിനോടുള്ള നിരന്തരമായ അനുസരണക്കേടുകളെ പ്രതി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോയതിനെ പ്രതി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അതിനുള്ള സമയമാണത്, അതിനുള്ള സമയം.